grace of God through evangelist Shaji Joseph. ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ സാധാരണ വിശ്വാസികൾ രോഗികളെ സൗഖ്യമാക്കും. ആ തോളിൽ കൈവയ്ക്കണം. നടുവിലാണെങ്കിൽ നടുവിൽ കൈവയ്ക്കണം. ഏമേ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് തോളിനോടല്ല, നടുവിനോടല്ല, പകരം അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സിക്സ് കിങ്ഡത്തിലെ ആ വേദനയുടെ ഫോഴ്സിനോട് സംസാരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുക. സഹോദരിമാരെ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ? നിങ്ങളുടെ പേഷ്യന്റിനെ ചെക്ക് ചെയ്തായിരുന്നോ? എന്ത് പറഞ്ഞു അവര്? എന്താ റിസൾട്ട് വല്ലതും പറഞ്ഞോ? കുറവുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നു സിസ്റ്ററുടെ വിഷയം? വേദന ഉണ്ടായിരുന്നു, അതിപ്പില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഇന്നലെ തുടങ്ങി ഇവിടെയാണ് വേദന തുടങ്ങിയത്. ഈ വശത്ത് ഇത്തിരി ആശ്വാസം ഉണ്ടെന്നോ, പുറം വേദന എനിക്ക് മാറി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്ന ഈ രോഗാത്മാവ് ഈ കൈവച്ച ഭാഗത്തെ വേദനയോടെ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. ഇനി മേലിൽ വേദന നീ അവിടെ കാണരുത്. യേശുവിന്റെ നാമത്തിൽ ഈ പൈതന്റെ മകൾ സൗഖ്യം ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ സമയം യേശുവിന്റെ രക്തത്താൽ ഈ മകളുടെ മേലുള്ള പിശാചിനെ എല്ലാ അവകാശവും ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ മകളെ സൗഖ്യമാക്കി പ്രഖ്യാപിക്കുകയാണ്. യേശുവിനാൽ സൗഖ്യമാക്കിയാൽ യഥാർത്ഥ സൗഖ്യമായിരിക്കുന്നു. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്ന് ചെക്ക് ചെയ്താട്ടെ. സിസ്റ്റർ നടന്ന് ചെക്ക് ചെയ്താട്ടെ. പറഞ്ഞാട്ടെ, എന്താ റിയലി വേദന കുറവുണ്ട്. പൂർണ്ണമായിട്ട് പോയിട്ടില്ല. ഒന്നും കൂടി ശുശ്രൂഷിച്ചാട്ടെ സിസ്റ്ററെ. അമേൻ. ഒന്നും കൂടി ശുശ്രൂഷിച്ചാട്ടെ. അമേൻ. കുറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അത് പോവുകയാണ്. പറ്റി ഇപ്പൊ രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ മാറി, പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന ശരിക്കും മാറിയത്. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കർത്താവ് പറഞ്ഞത് ചുമ്മാ അല്ലെന്ന്. നമ്മളുടെ ഭയവും പേടിയൊക്കെ നിമിത്തമല്ലേ നമ്മൾ ചെയ്യാതിരിക്കണേ. ഏമേ. ചെന്നിരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. രോഗിക്കും ഡോക്ടറിനും പോകാൻ, രോഗിയല്ല സൗഖ്യമായ ആൾക്കും. അടുത്ത ശുശ്രൂഷ ജൂലൈ 9 മുതൽ 11 വരെ. നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സാവകാശനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ദൈവ ഇഷ്ടം നിങ്ങളോട് അറിയിക്കുന്നതിനായിട്ട്. കഴിഞ്ഞ നാളുകളിൽ സന്ദേശങ്ങൾ വളരെയധികം ദൈവദാസന്മാർക്ക് മാറ്റങ്ങൾ വരുത്തിയ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുകയുണ്ടായി. പ്രിയ ദൈവജനമേ, ഇന്ന് ദൈവരാജ്യത്തിന്റെ ട്രെയിനിങ്ങിൽ ജനത്തിന്റെ ചോദ്യങ്ങളുമായി ജനത്തെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളുമായി പ്രിയ കർദാസ് ഷാജി സുന്ദർ ഇന്ന് വീണ്ടും നമ്മളോടുകൂടെ സ്റ്റുഡിയോയിലായിരിക്കുന്നു. പ്രിയ കർദാസിനെ ഇന്ന് ഏത് ചോദ്യം ചോദിക്കുകയാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വിശുദ്ധന്മാർ നിൽക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്രകാരം: കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. അതിന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടു പോകുമെന്ന്. അത് എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് എന്ന് നാം വ്യക്തമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ മനസ്സിലാക്കി. അപ്പോൾ അവരുടെ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. ഞാനും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. എന്നെപ്പോലെ അനേകം കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരുണ്ട്. പല ദിവസങ്ങൾ ഉപവസിച്ച് ആ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ദൈവത്തിന് വേണ്ടി പല ശുശ്രൂഷകൾ ചെയ്യണം, വിടുതൽ ശുശ്രൂഷകൾ, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, അത് പ്രാപിച്ചെടുത്ത് അത് ചെയ്യുവാൻ ആഗ്രഹമുള്ളവരിന്ന് ചെയ്യുന്നവർ അനേകരുണ്ട്. ഈ കർത്തൃദാസന്മാരും ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ശക്തി പ്രാപിച്ച് ശുശ്രൂഷിച്ചവരാ. അവരോട് കർത്താവ് യേശുക്രിസ്തു പറയുകയാ, നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടു പോകുകയെന്ന്. അപ്പോൾ ഈ ശുശ്രൂഷ നാമം ചെയ്തു വരുമ്പോൾ നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ ശക്തി പ്രാപിച്ച് ഈ ശുശ്രൂഷ ചെയ്യുവാനാണോ, അല്ലെങ്കിൽ ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇതിന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കണം ഈ ശുശ്രൂഷയ്ക്ക്? പ്രിയരെ,
കർത്താവ് ചോദിച്ച ചോദ്യം ഇതാണ്: ഇന്ന് ഏത് ശുശ്രൂഷകനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നെ ദൈവം ഉപയോഗിക്കണമെന്ന്. അതിനുവേണ്ടി ഒരുപക്ഷെ അവർ 7 ദിവസം ഉപവസിക്കുന്നു, 21 ദിവസം ഉപവസിക്കുന്നു, 40 ദിവസം ഉപവസിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുന്നു. എന്തിനാണ്? എന്നിലൂടെ ദൈവശക്തി വെളിപ്പെടണം, ഞാൻ കൈവച്ച രോഗികൾ സൗഖ്യമാകണം, ഞാൻ പ്രസംഗിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകണം, പ്രവചനം നടക്കണം. ഇതെല്ലാം ആഗ്രഹിച്ച് ഉപവസിച്ച് ആ ശുശ്രൂഷ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നവരാ. അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ തന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ജനം തന്നെ അംഗീകരിക്കും. തങ്ങൾക്കും ഒരു തോന്നലായി, ഞാനൊരു ശുശ്രൂഷകനായി, എല്ലാം തികഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിന്റെ ആളാ എന്ന് തികഞ്ഞു. പ്രിയരെ, ആ ശുശ്രൂഷ നല്ലതാണ്, അതിലൊരു തെറ്റുമില്ല. നമുക്ക് ആഗ്രഹിക്കാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കാൻ, ആഗ്രഹം ഉണ്ടാകണം. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അവിടം കൊണ്ട് ശുശ്രൂഷ അവസാനിക്കുകയാണ്. ജനം ഈ ദേവദാസന്മാരെ അംഗീകരിച്ച ദേവദാസന്മാരുടെ ചിന്ത എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞെന്ന അല്ല. ജനത്തിന്റെ അംഗീകാരമല്ല വേണ്ടത്, ദൈവത്തിന്റെ അംഗീകാരമാണ് വേണ്ടത്. ഇവിടെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ശുശ്രൂഷയേക്കാൾ ഉപരിയായി മറ്റൊന്നിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. യേശുക്രിസ്തു എന്തിന് പ്രിഫറൻസ് കൊടുത്തു അതിന് തന്നെ നമ്മളും പ്രിഫറൻസ് കൊടുക്കണം. 1ാം സ്ഥാനം കൊടുക്കണം. ഫസ്റ്റ് പ്രിഫറൻസ്. പ്രിയരെ, ലോകത്തിലെ ശുശ്രൂഷയിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് ആഗ്രഹിച്ച യേശുവിന്റെ പുറകെ കൂടിയ ഒരു ജനത്തോട് യേശു പറയുന്നത് പ്രിഫറൻസ് ഏതാണെന്ന് മനസ്സിലാക്കണം. 1ാം സ്ഥാനം യേശു കൊടുക്കുന്ന ഏതിനാണെന്ന് മനസ്സിലാക്കണം. അവിടെ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നല്ല, ആദ്യം ദൈവരാജ്യം അന്വേഷിപ്പേൻ. അപ്പൊ ആദ്യം എന്താ അന്വേഷിക്കണ്ടേ? ദൈവരാജ്യം അന്വേഷിക്കണ്ടേ, അവിടുത്തെ നീതി അന്വേഷിക്കണ്ടേ. ഞാൻ മത്തായി 6:33 പറയുന്ന ആ ഭാഗം ഒന്ന് വായിച്ചത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പ്രിഫറൻസ് എന്ന് പറയുന്നത് മുമ്പേ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കും. പ്രിയരെ, ഇത് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മനസ്സിലാക്കും. മത്തായി 18-ാം അധ്യായത്തിൽ കർത്താവിന്റെ പുറകെ കർത്താവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാരോട്, അനുഗമിക്കുന്ന ശിഷ്യന്മാരോട്, അത്ഭുതങ്ങൾ ചെയ്യുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പ്രവചിക്കുന്ന ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ്. അവർ തല്ലുപിടിക്കുക. ആരാണ് സ്വർഗ്ഗരാജ്യത്തിൽ വലിയവൻ എന്നുള്ള തല്ലുപിടുത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ശിശുവിനെ മുമ്പിൽ നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടിയൊക്കെ ശരിയാ. എന്തിനാ ഇമ്പോർട്ടൻസ് കർത്താവ് എന്തിനാ കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. അപ്പൊ ഏതിനാ ഇമ്പോർട്ടൻസ്? സ്വർഗരാജ്യം അവകാശമാക്കണം, സ്വർഗരാജ്യത്തിൽ കിടക്കണം. അതിനാണ് ഇമ്പോർട്ടൻസ്. സ്വർഗരാജ്യം അവകാശമാക്കണം. ഒരു സഭയിൽ ചേർന്നതിനല്ല ഇമ്പോർട്ടന്റ്, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സഭയിൽ നിന്ന് ദൈവരാജ്യം അവകാശമാക്കണം. ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ എന്ത് വേണമെന്ന് കർത്താവ് പറഞ്ഞേ? എന്നെ കർത്താവ് എന്ന് വിളിച്ചാൽ മതിയോ? സഭയിൽ പേര് രജിസ്റ്റർ ചെയ്താൽ മതിയോ? പാട്ടുപാടിയാൽ മതിയോ? പ്രസംഗിച്ചാൽ മതിയോ? ഭൂതങ്ങളെ പുറത്താക്കാൻ മതിയോ? രോഗികളെ സൗഖ്യമാക്കിയാൽ മതിയോ? പ്രവചിച്ചാൽ മതിയോ? പോരാ. നീ തിരിയണം. ശിഷ്യനായ നീ, പാസ്റ്ററായ നീ, ഡീക്കനായ നീ, എൽഡറായ നീ, അപ്പസ്തോലനായ നീ തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ആയിത്തീരണം. അല്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഇത് എന്റെ വാക്കല്ല പ്രിയരെ. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുക. അവിടെ എന്തിനാ പ്രിഫറൻസ് കൊടുക്കണ്ടേ? ദൈവരാജ്യം നമ്മൾ അവകാശമാക്കുന്ന പ്രിഫറൻസ് കൊടുക്കണം. ഇതായിരിക്കണം ഓരോ വിശ്വാസിയുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം.
യേശുവിനെ, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവരാജ്യം അവകാശമാക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ശിശുവിനെ പോലെ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരായി തീരണം. ഇതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ രോഗിയെ സൗഖ്യമാക്കാനല്ല പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഭൂതത്തെ പുറത്താകാനുള്ള ശുശ്രൂഷ കിട്ടാൻ വേണ്ടിയല്ല പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇതെല്ലാം നല്ലതാ. പക്ഷെ നമ്മുടെ പ്രിഫറൻസ് മാറിപ്പോകരുത്. ദൈവരാജ്യം അവകാശമാക്കുന്നതിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ അതിന്റെ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എന്തിനാണ് കർത്താവ് പ്രിഫറൻസ് പറയുന്നത് മനസ്സിലാക്കാം. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് യേശു സത്യം ചെയ്യുക. സത്യം ചെയ്ത് പറയുക. ഓ മൈ ഗോഡ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കിക്കാനുണ്ടെങ്കിൽ യേശുവിന്റെ അടുത്ത് ചെന്ന യേശു സത്യം ചെയ്തിട്ട് പറയുക കടക്കത്തില്ല എന്ന്. കടക്കത്തില്ല എന്ന് സത്യം ചെയ്ത് പറയാം. നീ ശിഷ്യനായിരിക്കുക, പക്ഷെ കടക്കത്തില്ല. തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരണം. പ്രിയരെ, അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ നാളുകളിൽ നാം മാറേണ്ടത് മതമല്ല. നാം മാറേണ്ടത്, ഈ നാളുകളിൽ നമുക്ക് മാറേണ്ടത് നമ്മുടെ മനമാണ്. നമ്മുടെ മനം മാറണം. ഹല്ലേലൂയ. പുറത്തുള്ള മാറ്റങ്ങളല്ല, അകമയുള്ള മാറ്റം ഈ നാളിൽ നമുക്ക് നടക്കണം. ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. അകം മാറിയാൽ പുറം മാറാൻ ആരോടും പറയണ്ട. അകം മാറിയാൽ പുറം മാറിയിരിക്കും. അകത്തൊരു മാങ്ങ പഴുത്താൽ അതിന്റെ പുറത്ത് മഞ്ഞ കളർ വരും, സ്വാഭാവികമാണ്. അത് ആരും മഞ്ഞ പെയിന്റ് അടിക്കണ്ട. ഇനി എത്ര മഞ്ഞ പെയിന്റ് പുറത്തടിച്ചാലും അകം പഴുത്തിട്ടില്ല എങ്കിൽ കാര്യമില്ല. അകം പഴുത്താൽ പുറത്ത് കളർ മാറും. അപ്പൊ ഈ നാളുകളിൽ നമ്മുടെ അകം മാറണം. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരായി നാം മാറണം. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കാം. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും എങ്ങനെ ശിശുക്കളെ പോലെ ആയി തീരണേ. ഒരു കൊച്ചു കുഞ്ഞ് നോക്കിയേ. ഒരു കൊച്ചു കുഞ്ഞ് എന്ത് ചെയ്യും? അവന്റെ അമ്മയെ അപ്പനെ ആശ്രയിക്കും. അവൻ ആൾപ്പാടെ കരയാൻ മാത്രമേ അറിയത്തുള്ളൂ. കരയാൻ മാത്രമേ ഇത് എന്ത് വേണം, കരയ. അവന് അപ്പനമ്മയെ ആശ്രയിക്കുക. പക്ഷെ ആ കൊച്ചു വളരും തോറും ആ കൊച്ചു കുറച്ചും കൂടി വലുതായി അവന് എന്തെങ്കിലും വേണം. അവൻ സ്വയമായിട്ട് അവന് അപ്പനും അമ്മയെ ആശ്രയം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യാതെ എപ്പോഴും കിടന്ന് കരണമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ ദൈവത്തെ വിട്ട് നമ്മുടെ സ്വയത്തിൽ ആശ്രയിക്കുന്നവരായി തീരരുത്. ദൈവത്തിൽ അത് ആഗ്രഹിക്കുന്നില്ല. എന്തിനും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നവരായിരിക്കണം. അതിന്റെ അർത്ഥം എന്തും നമ്മൾ ദൈവത്തിലും തുടങ്ങണം. ദൈവത്തിൽ നമ്മളും തുടങ്ങുന്നില്ല, ദൈവത്തിലും തുടങ്ങണം. ഞാൻ ആയിരിക്കുന്നു അവന്റെ കൃപയാല. ഇത് നാം പറയുമ്പോൾ മറ്റു പലരും പറയുന്നത് കൊണ്ട് പറയുന്നതായിരിക്കരുത്. നമ്മുടെ ഉള്ളിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഹല്ലേലൂയ. പുറത്ത് അഭിനയം വേണ്ട, അകത്തെ റിയാലിറ്റിയാണ് നമുക്ക് ഈ നാളുകളിൽ വേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കുക. പക്ഷെ ഇന്ന് പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ നാളിൽ യേശുക്രിസ്തു ദൈവദാസന്മാരെ ശാസിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാളിൽ യേശുക്രിസ്തുവിന് ഏറ്റവും എതിരായി നിന്ന ദൈവദാസന്മാരാ. കാരണം ഒരു പുതിയ ടീച്ചിങ് കൊണ്ടുവരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ജനമൊക്കെ ഇപ്പൊ നിന്റെ കൂടെ ആയിപ്പോവും. അതുകൊണ്ട് ഏത് രീതിയിൽ യേശുവിനെ അവസാനിപ്പിക്കണം, ഈ ഒരു ചിന്തയായിരുന്നു അന്നത്തെ ദേവദാസന്മാർക്ക്. ഇവന്റെ ഒരു പുതിയ ടീച്ചിങ്, ഇവന്റെ ഒരു കിങ്ഡം കൊണ്ട് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഒരു കിങ്ഡം ഞങ്ങളുടേതായിട്ടുണ്ട്, ഇനി നിന്റെ കിങ്ഡം ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട. ഈ ഒരു രീതിയിലാണ് യേശുവിനെ അവരെതിരേറ്റത്. അവര് ഫരിസേയര് യേശുവിനെതിരെ വരുന്നു, യേശുവിനെ കൊടുക്കാൻ വരുന്നു. സദൂക്യര് യേശുവിനെ പിടിക്കാൻ വരുന്നു, യേശുവിനെ ചോദ്യങ്ങൾ കൊടുക്കാൻ വരുന്നു. ഹെരോദ്യരെ യേശുവിനെ കൊടുക്കാൻ വരുന്നു. പലരും പല രീതിയിലാണ് വരുന്നേ. യേശു ഇവരുടെ ഹൃദയവും ഇവരുടെ പെരുമാറ്റവും കണ്ട് യേശു ഇവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളോ മനുഷ്യരുടെ മുൻപിൽ ദൈവരാജ്യം അടച്ചു കളയുന്നു. ഏതടയ്ക്കുന്നേ? മതമല്ല. അവരടയ്ക്കുന്നത് മതമല്ല, അവരുടെ ഹോളിലേക്കുള്ള പ്രവേശനമല്ല, അവരുടെ കമ്മിറ്റിയിലേക്കുള്ള പ്രവേശനമല്ല. അതൊക്കെ വെൽക്കമാണ്. നീ വരൂ. എന്നിട്ട് കർത്താവ് പറയാ, നിങ്ങൾ ഒരുത്തനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ, ഇന്നത്തെ നമ്മുടെ സുവിശേഷീകരണം പോലെ, നിങ്ങൾ ഒരുത്തനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ. ഫരിസയരോടാ, ദൈവദാസന്മാരോടാ പറയുന്നേ. നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു,
നിങ്ങൾ ചുറ്റി സഞ്ചരിക്കുകയാ. എന്തിനാ? ദൈവവേല. ആമേൻ. ഞാൻ ദൈവവേല ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. മത്തായി സുവിശേഷം 23-ാം അധ്യായം നിങ്ങളുടെ വേദപുസ്തകത്തിലുള്ളതാ. 23-ാം അധ്യായത്തിൽ പറയാം, നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. എന്നിട്ട് ഒരുവൻ അതിൽ ചേർന്നാലോ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകസന്തതിയാക്കി മാറ്റിയെടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണേ? അവനെ നിങ്ങളുടെ പള്ളി കയറ്റുന്നുണ്ട്, നിങ്ങളെ മറത്തി കയറ്റുന്നുണ്ട്, അവനെല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് പറയാ, നിങ്ങൾ അവന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവരാജ്യം അടച്ചു കളയുന്നു. ആമേൻ. ദിവസവും ശുശ്രൂഷിക്കുന്നവരാ, അതെ. ദിവസവും ദൈവവചനം പ്രസംഗിക്കുന്നവരാ, ആമേൻ. ദിവസവും ദൈവത്തെ പാടി സ്തുതിക്കുന്നവരാ, അതെ. ദിവസവും ദൈവത്തിനെ ആരാധിക്കുന്നവരാ, ആമേൻ. ദൈവത്തിലേക്ക് തിരിയണമെന്ന് പ്രവചിക്കുന്നവരും കൽപ്പിക്കുന്നവരുമാണ്. അതെ. കർത്താവ് പറയുക, നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ദൈവരാജ്യം ജനത്തിന്റെ മുമ്പിൽ അടച്ചു കളയുകയാണ്. ആമേൻ. അടച്ചു കളയുന്നു. സ്തോത്രം. ഈ നാളുകളിൽ പ്രിയരെ ഏറ്റവും പ്രിഫറൻസ്, ഏറ്റവും പ്രാധാന്യം കർത്താവ് കൊടുത്തത് ദൈവരാജ്യത്തിനായിരുന്നു. ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുക. ആ വേദപുസ്തകം ഒന്ന് തുറന്നാട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. ഇവിടെ കർത്താവ് പറയുന്ന രംഗം 23-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചാട്ടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ, ദൈവദാസന്മാരെന്നാണ്. നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾക്ക് ഹാ കഷ്ടം. ഇത് ആര് പറയുന്നറിയാമോ? കർത്താവ് യേശു പറയുക, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ, നിങ്ങൾ ഒരുത്തരെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. കടലും കരയും ചുറ്റി നടക്കുന്നു. ആമേൻ. എന്നിട്ട് ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യനാക്കുന്നു. അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യൻ നരകയോഗ്യൻ ആക്കുന്നു. ആമേൻ. മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. ഈ ഒരു ശുശ്രൂഷ അല്ല നമുക്ക് വേണ്ടത്. ആമേൻ. ഈ വ്യക്തിയെ നമ്മളുടെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ സഭയിലേക്ക് ഒരാൾ വന്ന അവനെ ദൈവരാജ്യത്തിൽ കടക്കാൻ തക്കവണ്ണ അവനെ ഒരുക്കിയെടുക്കണം. ആമേൻ. അപ്പസ്തോല പ്രവൃത്തിയിലെ ശുശ്രൂഷ വഴി ഒരു വ്യക്തി, അതായത് അപ്പസ്തോലന്മാർ കടന്നുപോയി, അപ്പസ്തോല പ്രവൃത്തി പറയാ, കടന്നുപോയി ലോകത്ത് സുവിശേഷം അറിയിച്ചു. അതുവഴി ആളുകൾ എന്ത് സംഭവിച്ചു? ആളുകൾക്ക് ഹൃദയത്തിൽ കുത്ത് കിട്ടി. അവർ ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? അവർ പത്രോസ് കൂട്ടരും പറഞ്ഞു, യേശു മാനസാന്തരപ്പെട്ട യേശുക്രിസ്തു അത് സ്നാനപ്പെടുവിൻ. അങ്ങനെ സ്നാനപ്പെട്ടവരെ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം അവസാന വാക്യം പറയാണ്, രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. അപ്പോൾ സഭയോട് ചേർത്തിട്ട് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? അവരെ ദൈവരാജ്യം അവകാശമാക്കുവാനുള്ള ആ ഒരു രീതിയിലേക്ക്, യോഗ്യതയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റുക. ശുശ്രൂഷ അവിടെ നടക്കണം. പിന്നെ 21 ലേഖനങ്ങളും, അതായത് 21 കത്തി. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു മീനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ച് അതിനെ അടുക്കളയിൽ കൊണ്ടുവന്നാൽ പിന്നെ അമ്മച്ചി എന്താ ചെയ്യണേ? ഉടനെ കത്തിയെടുക്കും. ഇതേപോലെ തന്നെ 21 ലേഖനങ്ങളായ കത്തികളും വെളിപ്പാട് പുസ്തകം മൊത്തം 22 കത്തി എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവദാസന്മാരെ ആ കത്തിയെടുത്ത് ഈ മീനെ, കർത്താവ് പറഞ്ഞു, ഇനി നിന്നെ മീനെ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ആ പിടിച്ച മനുഷ്യനെ നന്നായിട്ട് ആ വചനം കൊണ്ട് നുറുക്കണം. വചനം കൊണ്ട് നുറുക്കി അവനെ ദൈവരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യത, ആ മീനെ കഴിക്കുവാൻ തക്കവണ്ണം പ്രിപ്പയർ ചെയ്യുന്നത് പോലെ, ആ കത്തി കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, ഒരുക്കിയെടുക്കണം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഒരുക്കിയെടുത്ത് അവനെ ദൈവരാജ്യം അവകാശമാക്കുന്നതിന് യോഗ്യത ഉള്ളവനാക്കുന്നതിന് പകരം ആ വ്യക്തിയെ സന്തോഷിപ്പിച്ച് ആ വ്യക്തിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയല്ല വേണ്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യനാളുകളിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നറിയാമോ? സ്വന്തം കർണരസമാകുമാറ് ഉപദേശകന്മാരെ പെരുപ്പിക്കും. ആ ഒരു പെരുപ്പത്തിലേക്ക് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ ഞാനും നിങ്ങളും കടന്നു പോകരുത്. പകരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ ദൈവത്തിന്റെ ദാസൻ. പൗലോസ് ഗലാത്യലേഖനം 1:10 പറയുക, ഞങ്ങൾ ജനത്തെ സന്തോഷിപ്പിക്കുന്നവരെങ്കിൽ ദൈവദാസന്മാരായിരിക്കുകയില്ല. അങ്ങനെയുള്ള ദൈവദാസന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ ഇഷ്ടമല്ല, നിങ്ങൾ ജനത്തിന്റെ ഇഷ്ടമാ ചെയ്ത് എന്നെ വിട്ടുപോകുകയും. കർത്താവിനെ വിട്ട് എവിടെ പോകാനാ സഹോദരങ്ങളെ? ചീപ്പൊയ്ക അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ദൈവദാസന്മാരോട് കർത്താവ് യേശുക്രിസ്തു പറയാ, നിങ്ങൾ ഒരുവരെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന ശേഷമോ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകസന്ധിയാക്കുന്നു. മാത്രമല്ല അവിടെ പറയാണ്, നിങ്ങൾ മനുഷ്യരെ മുമ്പിൽ ദൈവരാജ്യം, സഭയല്ല, ദൈവരാജ്യം, മതമല്ല,
ഡിനോമിനേഷൻ അല്ല, ദൈവരാജ്യം അടച്ചു കളയുന്നു. Amen. മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. ഞാൻ നിങ്ങൾ അങ്ങനെയുള്ള ദൈവദാസന്മാരാകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് കയറ്റുവാനുള്ളവരാ, അടയ്ക്കുവാനുള്ളവരല്ല. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ, അതിന്റെ 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾക്ക് കഷ്ടം. കാരണം എന്താ? കഷ്ടത്തിന് കാരണം എന്താ? സ്വർഗരാജ്യം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. അടച്ചു കളയുന്നു. ആമേൻ. സ്വർഗരാജ്യം അടച്ചു കളയുന്നു. എങ്ങനെ അടയ്ക്കുന്നേ? സ്വർഗരാജ്യം അടയ്ക്കുക എങ്ങനെയാ? കർത്താവ് പറഞ്ഞു തുറക്കണം എങ്ങനെയാന്ന് പറയട്ടെ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയെങ്കിലേ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എൻട്രി ചെയ്യത്തുള്ളൂ, കടക്കത്തുള്ളൂ. അതിന്റെ അർത്ഥം തുറക്കണമെങ്കിൽ നിന്റെ സ്വഭാവം മാറണം. ആമേൻ. സ്വർഗരാജ്യം നിനക്കൊണ്ട് തുറക്കണമെങ്കിൽ നിനക്കൊരു തിരിവ് വന്ന് നിന്റെ സ്വഭാവം മാറണം. ആമേൻ. പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഉള്ള ജനത്തിന് മുമ്പിൽ സ്വർഗരാജ്യം അടഞ്ഞിരിക്കുക. കാരണം നിങ്ങളാ, മറ്റൊന്നുമല്ല. കാരണം നിങ്ങൾ ജനമേ, നിങ്ങളുടെ സ്വഭാവം മാറിയാലേ ദൈവരാജ്യം നിങ്ങൾക്ക് വേണ്ടി തുറക്കൂ എന്ന് നിങ്ങൾ അവരെ വചനത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. ആമേൻ. സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന കർത്താവ് വളരെ വ്യക്തമായിട്ട് തന്റെ പുറകെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശിഷ്യന്മാർ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കടക്കത്തില്ല. സ്വർഗരാജ്യത്തിന്റെ വാതിൽ നിങ്ങൾക്ക് തുറക്കത്തില്ല. ഇവിടെ ഈ പരീശന്മാരായ ദൈവദാസന്മാരോട് പറയുക, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. കാരണം നിങ്ങൾക്ക് മതത്തിൽ ചേർക്കുന്ന കാര്യം മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. ആ മതത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് വരുന്ന കാര്യം നിങ്ങൾ മിണ്ടുന്നില്ല. ഈ നാളുകളിൽ പ്രിയ ദൈവജനമേ, നമ്മൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. ആ മത്തായി സുവിശേഷം 7-22 വാക്യം 23 വാക്യത്തിൽ ആ അനുഗ്രഹീതരായ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർക്ക് വന്ന ദുർഗതി എനിക്ക് നിങ്ങൾക്കും വരരുത്. നമ്മൾ അവസാനം വളരെയധികം ശുശ്രൂഷകൾ ചെയ്തു. ജനമെല്ലാം നമ്മളെ പുകഴ്ത്തി, അതിശ്രേഷ്ഠ ലോകപ്രസിദ്ധനായ ദൈവദാസൻ ഇതാ വരുന്നു, അനേക രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, നമ്മുടെ വലിയ കട്ടൗട്ടറുകൾ എല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ഈ കട്ടൗട്ടർ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുമ്പോൾ നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രിയ ദൈവത്തിനുമേ കർത്താവ് പറയാ, ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് എന്ത് കാര്യമുള്ളേ? ഇവിടെയാ കർത്താവ് മാർത്തയോട് പറഞ്ഞേ, അനേകം കാര്യം വേണ്ട, അല്പം മതി, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. പ്രിയ ദേവദാസനെ, പ്രിയ ദേവദാസിയെ, അപഹരിക്കുന്ന ശുശ്രൂഷയാണോ ഞാനും നിങ്ങൾ ചെയ്യുന്നത്? നാം ശുശ്രൂഷിക്കണം. കർത്താവിന് എത്രത്തോളം നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിയുമോ അത് ദൈവത്തിൽ ആശ്രയിച്ച് നാം ചെയ്യണം. പക്ഷേ ഈ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെ സ്വഭാവം മാറണം. ഞാനും നിങ്ങൾ തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ആയിത്തീരണം. അശുവിനെ പോലെ ആയിത്തീരുന്നതാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യതയായി കർത്താവ് പറയുന്നത്. യേശുവിനെ സ്വീകരിച്ച് നമ്മുടെ സ്വഭാവം ഒരു ശിശുവിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വന്ന്, അതായത് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന, സ്വയത്തെ ആശ്രയിക്കാതെ പൂർണ്ണമായി ദൈവത്തെ ആശ്രയിക്കുന്ന നിഷ്കളങ്കനായ ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ഞാനും നിങ്ങൾ മാറുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയരെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ചു. അതുകൊണ്ട് പ്രിയരെ, ജീവിതത്തിൽ നാം പ്രിഫറൻസ് കൊടുക്കേണ്ടത് ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിനുമാണ്, ശുശ്രൂഷയ്ക്കല്ല. ശുശ്രൂഷയ്ക്ക് പ്രിഫറൻസ് വേണം, അതിനുശേഷം. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, പ്രിഫറൻസ് ദൈവരാജ്യത്തിന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഏറ്റവും പ്രിഫറൻസ് പിതാവിന്. അങ്ങയുടെ രാജ്യം വരണമേ. രണ്ടാമത്തെ പ്രിഫറൻസ് ദൈവരാജ്യത്തിന്. പ്രൈസ് ഗോഡ്. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലും പ്രിഫറൻസ്. ദൈവവും ദൈവത്തിൻ്റെ രാജ്യവും. ആമേൻ. അത് നമ്മുടെ രാജ്യമാണ്. കാരണം നമ്മുടെ പിതാവിൻ്റെ രാജ്യം നമ്മുടെ രാജ്യമാണ്. അതെ. അതുകൊണ്ട് ദൈവം എന്തിന് പ്രിഫറൻസ് കൊടുക്കുന്നുവോ, കർത്താവ് എന്തിന് പ്രിഫറൻസ് കൊടുക്കാൻ നമ്മളോട് പറഞ്ഞു, അതിന് പ്രിഫറൻസ് കൊടുക്കുവാൻ നമുക്ക് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും വിശ്വസിക്കുന്നു ദൈവം നമ്മളെ സംസാരിച്ചു.
പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് തലാളെ വണങ്ങാം. പ്രിയ പിതാവേ, കർത്താവേ സ്തോത്രം. അങ്ങയുടെ സ്വരം ആമേൻ. അനേക മേഖലയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവദാസന്മാരെ, ദാസിമാരെ, അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജീസസ്. അപ്പാ, അങ്ങയുടെ ജനത്തോട് സംസാരിച്ചു. ആമേൻ. അങ്ങ് സ്നേഹിക്കുകയും ശാസിക്കുകയും വളർത്തെടുക്കുകയും പണിതെടുക്കുകയും ചെയ്ത ദൈവമായ നന്ദി. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രിഫറൻസ് ദൈവരാജ്യമാകട്ടെ. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ പ്രിഫറൻസ് അങ്ങായിരിക്കട്ടെ. യെസ് ഫാദർ. അങ്ങ് തരുന്ന ശുശ്രൂഷയല്ല, ആമേൻ, അതിനേക്കാൾ ഉപരി അങ്ങായിരിക്കട്ടെ ഞങ്ങളുടെ പ്രിഫറൻസ്. ജീസസ്. അതിനായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് അടിയങ്ങളെയും കേൾക്കുന്ന ജനങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആമേൻ. ഓരോ ദൈവദാസനും മാറ്റപ്പെടുവാനിടയാകട്ടെ. യെസ് ഫാദർ. ഓരോ ദൈവദാസനും മാറ്റപ്പെട്ടുകൊണ്ട് അവരുടെ കീഴിൽ അങ്ങ് ഏൽപ്പിച്ചിട്ടുള്ള അങ്ങയുടെ ആടുകളും മാറ്റപ്പെടുവാനിടയാകട്ടെ. ഇവരുടെ സകലാവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യെസ്. പ്രിയ ദൈവജനമേ, കഴിഞ്ഞ ശുശ്രൂഷകളുടേതായ സീഡ് നിങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. മാത്രമല്ല, അമൂല്യമായ ഒരു നിധി, ട്രഷർ തന്നെ നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനിടയാകും. ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചാൽ ഇവിടെയുള്ള എപ്പിസോഡുകൾ മാത്രമല്ല, സ്കൂൾ ഓഫ് മിനിസ്ട്രി ശുശ്രൂഷിച്ചിട്ടുള്ള എപ്പിസോഡുകൾ എല്ലാം, അതിൻ്റെ വീഡിയോ, ഓഡിയോ മെസ്സേജുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ആ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ദൈവദാസനാണ് എങ്കിൽ നിങ്ങൾക്ക് അമൂല്യമായൊരു നിധി തന്നെയായിരിക്കും അത്. ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്.